നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ സൂര്യദേവൻ്റെ ചിങ്ങസംക്രമം കൊണ്ട് സൗഭാഗ്യവും ധനനേട്ടവും കിട്ടുന്ന 9 രാശിക്കാർ ആരൊക്കെയാണ് എന്നാണ്. സൂര്യൻ ആത്മാവിൻ്റെ, പിതാവിൻ്റെ, ഗവൺമെൻറ് സംബന്ധിക്കുന്നത്, അതുപോലെ സമ്പത്ത്, ഐശ്വര്യം, ധൈര്യം ഇവയുടെയൊക്കെ ഗ്രഹമാണ്. ഒപ്പം ഗ്രഹങ്ങളിൽ രാജാവാണ് സൂര്യൻ. ഓഗസ്റ്റ് 16 സന്ധ്യയ്ക്ക് 7:43 സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിൽ സംക്രമിക്കും. സെപ്റ്റംബർ 16 വരെ ഒരു മാസം ചിങ്ങൻ രാശിയിലാണ് സൂര്യൻ ഉണ്ടാവുക. അതെല്ലാ രാശിക്കാർക്കും നല്ലതാണെങ്കിലും 9 രാശിക്കാർക്ക് നല്ല കാലം തുടങ്ങും. പെട്ടെന്ന് ഭാഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. ഏതൊക്കെയാണ് ആ രാശിക്കാർ എന്ന് നോക്കാം. മേടൻ രാശി. ചിങ്ങൻ രാശിയിൽ സൂര്യൻ നിങ്ങളുടെ 5ാം ഭാവത്തിലാണ്. അത് ബുദ്ധി സാമർഥ്യത്തോടെ മുന്നേറാൻ പറ്റും. കലാ, സാഹിത്യ, കായിക, രാഷ്ട്രീയത്തിലൊക്കെ വിജയിക്കാൻ പറ്റും. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ നല്ല മാർക്ക് കിട്ടാനൊക്കെ നല്ലതാണ്. സർക്കാർ സംബന്ധിച്ച് ഗുണം കിട്ടും. പ്രശസ്തി, ധനനേട്ടം, അതുപോലെ വിവാഹ ഭാഗ്യം, സന്താന ഗുണം വർദ്ധിക്കും. വരുമാനവും ലാഭവും വർദ്ധിക്കും. സമ്മാനങ്ങൾ, അംഗീകാരങ്ങളൊക്കെ ലഭിക്കും. മറ്റുള്ളവരുടെ സഹായ സഹകരണം കിട്ടും. മിഥുനൻ രാശി. ചിങ്ങൻ രാശിയിലെ സൂര്യൻ നിങ്ങളുടെ 3ാം ഭാവത്തിലാണ്. അത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടക്കും. പ്രശസ്തി, അതുപോലെ ബിസിനസ്സിൽ, വ്യാപാരത്തിലൊക്കെ വിജയിക്കാൻ പറ്റും. പൊതുപ്രവർത്തന രംഗത്ത്, സോഷ്യൽ മീഡിയയിൽ, രാഷ്ട്രീയത്തിലൊക്കെ ഉയർച്ചയുണ്ടാകും. പുണ്യതീർത്ഥയാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. തൊഴിൽ അഭിവൃദ്ധി, ധനനേട്ടം ഉണ്ടാകും. ആരോഗ്യം നല്ലതാകും. ഭാഗ്യവർദ്ധനവുണ്ടാകും. ഭൗതിക സുഖം വർദ്ധിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതാകും. ആത്മധൈര്യത്തോടെ മുന്നേറാൻ പറ്റും. ഐശ്വര്യം വർദ്ധിക്കും. ബന്ധുക്കളെ, മറ്റുള്ളവരുടെയൊക്കെ നിങ്ങൾക്ക് സഹായ സഹകരണം കിട്ടും. കർക്കിടകൻ രാശി. സൂര്യൻ നിങ്ങളുടെ 2ാം ഭാവത്തിലാണ്. അത് നിങ്ങൾക്ക് കുടുംബാഭിവൃദ്ധി ഉണ്ടാക്കും. ധനലാഭം, വസ്തു, വാഹനഭാഗ്യം, അതുപോലെ നിങ്ങളുടെ സംസാരം നല്ലതാകും. പക്ഷിമൃഗ പരിപാലനത്തിലൂടെ നാൽക്കാലികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലാഭം കിട്ടും. അതുപോലെ വരുമാനവും ലാഭവും വർദ്ധിക്കും. ഗവൺമെൻറ്റിൽ നിന്നൊക്കെ നേട്ടങ്ങൾ കിട്ടും. ആഗ്രഹങ്ങൾ നടക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ആത്മധൈര്യവും ഭാഗ്യവും വർദ്ധിക്കും. ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാരുടെ സ്വന്തം രാശിയിലാണ് സൂര്യൻ സംക്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ല വ്യക്തിത്വം, ധൈര്യമൊക്കെ വർദ്ധിക്കും. പേഴ്സണാലിറ്റി വർദ്ധിക്കും. പേര്, പ്രശസ്തി, അംഗീകാരങ്ങളൊക്കെ കിട്ടും. അതുപോലെ സമ്മാനങ്ങളൊക്കെ കിട്ടും. കലാ, കായിക, രാഷ്ട്രീയ രംഗത്തൊക്കെ നല്ല അവസരങ്ങൾ കിട്ടും. അതുപോലെ ഗവൺമെൻറ് ജോലി കിട്ടാൻ, ഉന്നത പദവിയുള്ള ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ്. മറ്റുള്ളവരുടെയൊക്കെ സഹായ സഹകരണം കിട്ടും. ഒന്നിൽ കൂടുതൽ ധനവരുമാനം ഉണ്ടാക്കാൻ പറ്റും. മുടങ്ങിയ ധനമൊക്കെ കയ്യിൽ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ടാകും. അതുപോലെ സന്താന ഗുണം വർദ്ധിക്കും. പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. തുലാം രാശി. ചിങ്ങൻ രാശിയിലെ സൂര്യൻ നിങ്ങളുടെ ലാഭസ്ഥാനത്താണ്. അത് നിങ്ങൾക്ക് ജോലിയിലും ബിസിനസ്സിലും ലാഭം വർദ്ധിക്കും. പുതിയത് ആരംഭിക്കാൻ, ബിസിനസ് വിപുലീകരിക്കാനൊക്കെ സാധിക്കും. തൊഴിൽ വിജയം, പിന്നെ കലാ, സാഹിത്യാദി രംഗത്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. വിവാഹ ഭാഗ്യം, പ്രണയിക്കുന്നവർക്ക് പ്രേമവിവാഹം നടക്കാൻ, പിന്നെ കാര്യവിജയം, പ്രമോഷൻ കിട്ടാൻ, ശമ്പളം കൂടി കിട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ ഗവൺമെൻറ്റിൽ നിന്ന് ലാഭം കിട്ടും. ബിസിനസ്സുകാർക്ക്, വ്യാപാരികൾക്കൊക്കെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഐശ്വര്യം നിലനിൽക്കും. അതുതന്നെ പെട്ടെന്ന് ധനലാഭം ഉണ്ടാകും. സമ്മാനങ്ങൾ, അംഗീകാരങ്ങളൊക്കെ കിട്ടും. ഭൗതിക സുഖം വർദ്ധിക്കും. വൃശ്ചികൻ രാശി. ചിങ്ങൻ രാശിയിലുള്ള സൂര്യൻ നിങ്ങളുടെ 10ാം ഭാവത്തിലാണ്. പറഞ്ഞാൽ കർമ്മസ്ഥാനത്താണ്. അത് നിങ്ങൾക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകും. ജോലിക്കാർക്ക് ജോലിയിലും, ബിസിനസ്സുകാർക്ക് ബിസിനസ്സിലും ലാഭം വർദ്ധിക്കും. എല്ലാ മേഖലയിലുള്ളവർക്കും അത് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കും. സ്ഥാനലബ്ധി, കുടുംബ ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ കിട്ടും. അതുപോലെ വാഹനഭാഗ്യം, പിന്നെ മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ പറ്റും. കുടുംബവക സ്വത്തുകളൊക്കെ ലഭിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തന രംഗത്ത്, സോഷ്യൽ മീഡിയയിൽ, രാഷ്ട്രീയത്തിലൊക്കെ ഉയർച്ചയുണ്ടാകും. ഗവൺമെൻറ്റിൽ നിന്നൊക്കെ നേട്ടങ്ങൾ കിട്ടും. തൊഴിൽ രഹിതർക്ക് തൊഴിൽ അവസരങ്ങൾ കിട്ടും. പേര്, പ്രശസ്തി വർദ്ധിക്കും. സാമ്പത്തിക ലാഭം വർദ്ധിക്കും. കലാകാരന്മാർക്കൊക്കെ അത് നല്ലതായിരിക്കും. ധനുരാശി. ചിങ്ങൻ രാശിയിലുള്ള സൂര്യൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ്. അത് നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവുണ്ടാക്കും. ലോട്ടറി, ചിട്ടി, ഇൻഷുറൻസിൽ നിന്ന്, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ ലാഭം കിട്ടും. ജോലിയിലും ബിസിനസ്സിലും ലാഭം വർദ്ധിക്കും. ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണം കിട്ടും. നല്ല തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വീട്, വസ്തു വാങ്ങാനൊക്കെ, അതുപോലെ വീട് വയ്ക്കാനൊക്കെ നല്ലതാണ്. മുടങ്ങിയ ജോലികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ശുഭകാര്യങ്ങൾ നടക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. മുടങ്ങിയ കാര്യങ്ങൾ ശരിയാവും. എല്ലാവരുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കും. കുംഭൻ രാശി. ചിങ്ങൻ രാശിയിലുള്ള സൂര്യൻ നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്. അത് നിങ്ങൾക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാക്കും. ബിസിനസ്സിൽ
കൂട്ടു ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും. പങ്കാളിയിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ലാഭം കിട്ടും. വരുമാനവും ലാഭവും വർദ്ധിക്കും. വീട് മാറി നിൽക്കേണ്ടതായിട്ട് വരിക. കോൺഫിഡൻറ്റ് വർദ്ധിക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ഭാഗ്യവർദ്ധനവ്, അതുപോലെ തന്നെ യാത്രകൾ വർദ്ധിക്കും. ദാമ്പത്യം നല്ലതാകും. പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് കിട്ടും. മീനൻ രാശി. ചിങ്ങൻ രാശിയിലുള്ള സൂര്യൻ നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ്. അത് നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾ നടക്കും. ധൈര്യം വർദ്ധിക്കും. ടെൻഷൻ കുറഞ്ഞു തുടങ്ങും. ഗവൺമെൻറ്റിൽ നിന്ന് ഗുണം കിട്ടും. കാര്യവിജയം, തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ബിസിനസ്സിൽ, വ്യാപാരത്തിലൊക്കെ ലാഭം വർദ്ധിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കാനായിട്ട് പറ്റും. മത്സര പരീക്ഷകളിൽ വിജയിക്കാനായിട്ട് പറ്റും. എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും. ഭൗതിക സുഖം വർദ്ധിക്കും. ഇത്രയും രാശിക്കാർക്കാണ് ചിങ്ങമാസത്തിലുള്ള സൂര്യൻ കൂടുതൽ അനുകൂലമായത്. മറ്റു രാശിക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഞായറാഴ്ചകളിൽ സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഓം നമഃ ശിവായ ദിവസവും ചൊല്ലുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്